സർ, അബ്ദുൽ അസീസ് അൻസാരി സർ, ഇമാം ബഷീർ സർ, സിറ്റി സർ, സദസ്സിലുള്ള മാന്യ വ്യക്തികൾ, എം.ടി. വാസുദേവൻ നായർ സാറിൻ്റെ ഒരു ലേഖനത്തിലാണ് ഞാൻ വാചകം ആദ്യം കാണുന്നത്. ബഷീറിനെ കുറിച്ചൊരു ലേഖനത്തിൽ കാലത്തിൻ്റെ ഉർവരതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. തൻ്റെ വഴിയിൽ പൂവും മരവും മുളപ്പിച്ച കാലത്തിൻ്റെ ഉർവരതയ്ക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു നാടിൻ്റെ, ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ തണലും തണുപ്പും സൗരഭ്യവും നൽകിയ കാലത്തിൻ്റെ ഉർവരതയിലെ ഒരു അനർഘ നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. In one of the, for the benefit of the listeners, in one of his articles, M.T. Vasayavan sir writes about the fertility of time and how it's capable of giving shade, fragrance, beauty to us. So I think it's such a moment. It's such a moment because we come back when Dayapuram comes to Kottakkal Ayurvedishala to honor its leading light, one of the most prominent, one of the most wonderful people working in the healthcare area of Kerala, international renowned scholar of medicine. It's not, we're not starting something, we're coming back. We're coming back to remember a moment that became so central to us. In a minute, if I were to say this, a scholar, a diplomat, the head of a department in a country like Qatar comes to Kerala, to Kottakkal, to get his treatment done as back as in 1975. And we happen to have a Malayali going with him, coming back home with him. And relationship that develops between the two of them becomes quite an extraordinary thing, that when he with other friends start launching an orphanage, a school, an educational culture center, the person to be at the center of it is this man, the scholar. And the scholar's name was Sheikh Ansari, and the man who accompanied him from Qatar Police those days, this year, City of Ibrahim. So after 42 years, when you come back, and that organization, which is a seed that has become what it is, it's small but sincere, effective, it's been a long-term thing now. And when it comes back, it's a moment of happiness. It's one of those rare moments, a moment that comes but very rarely, as they say. ആ ഒരു അനർഘ നിമിഷത്തിൽ അങ്ങനെയുള്ള ഒരു ഓർമ്മയുടെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷത്തിന് സ്വാഗതമോതുക എന്ന് പറയുന്നത് ആ വികാരത്തിലേക്ക്, ആ ഓർമ്മയിലേക്ക്, ആ ഓർമ്മ ഉണ്ടാക്കിയ അതിൻ്റെ ഫലത്തിനോട് നമിച്ചുകൊണ്ട്, നമസ്കരിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കും. ആർത്ഥത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാൻ. ദയാപുരം ഒരു വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രം എന്ന നിലയ്ക്ക് അത് ചെയ്യേണ്ട കാര്യങ്ങൾ അതിനേക്കാൾ നന്നായി, അതിനേക്കാൾ വലുതായി, അതിനേക്കാൾ ആഴത്തിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, മനുഷ്യർക്ക് പൊതുവിൽ വേണ്ടി ചെയ്യുന്ന സ്ഥാപനങ്ങളെ അറിഞ്ഞാദരിക്കുക എന്നുള്ളതായിരുന്നു 2009 ഈ പുരസ്കാരം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മൊമെൻ്റാണെന്ന് ആ സന്തോഷം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നീങ്ങട്ടെ. ഈ ചെറിയ യോഗത്തിന് ഒരു ചെറിയ യോഗമാണ്, ഒരു വലിയ യോഗമാണ്. കാരണം ഇതിൻ്റെ ആഴം അങ്ങനെയുള്ളത്. ഈ ആഴമുള്ള, ഈ ഹൃദ്യമായ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഷെയ്ഖ് അൻസാരി അവാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റും രൂപകനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ ഇമാം ബഷീർ സാറാണ്. അദ്ദേഹത്തെ ഔപചാരികതയുടെ പേരിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
പത്മഭൂഷൺ BK വാര്യർ സാർക്ക് ഇന്ന് ഈ അവാർഡ് നൽകുന്നതിന്, അവാർഡ് സമർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ എന്ന് മാത്രമല്ല, മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സാന്നിധ്യമായിട്ടുള്ള MT വാസുദേവൻ നായർ സാറാണ്. ഇദ്ദേഹം സിനിമ, എഴുത്ത്, പത്രാധിപത്യം, അങ്ങനെ താൻ പങ്കെടുത്ത, താൻ നിന്നിട്ടുള്ളതും തൊട്ടതും എല്ലാം പൊന്നാക്കുകയും പങ്കെടുത്തുള്ള എല്ലായിടത്തും സ്വന്തം ഒരു സ്വന്തം മുദ്രകളിൽ പതിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തി എന്നുള്ളതിൽ ആർക്കും മുഖവുരകളെ ആവശ്യമില്ലാത്ത ഒരു മനുഷ്യന് എനിക്ക് പറയാനുള്ളത് വേറൊരു ചെറിയ ഭാഗം മാത്രമാണ് ഇവിടെ. ഇദ്ദേഹത്തിൻ്റെ ഗംഭീരമായ കാരുണ്യം, ഇദ്ദേഹത്തിൻ്റെ സന്മനസ്സ്. What I need to actually say today is the generosity with which MT Vaasudevan Nair sir has been blessing Dayapuram and Dayapuram's efforts all this while, which we regard greatly, because he was present when the second Sheikh Ansari Award was given, and he's here. He actually supported us in this mission. So in that sense, he took this up. This, his presence here is deeply touching. It's an amazing thing that he could be here, and you couldn't get a more fitting person to be here today than the cultural ambassador of Kerala, MT Vaasudevan Nair. Please welcome MT Vaasudevan. The award is given to Padmabhushan BK Vaര്യർ sir, Dr. BK Vaര്യർ sir, a towering figure in the healthcare, in the domain in Kerala, somebody who has led this hospital through its research means, a lot of excellent healthcare charity initiatives getting launched under him, a person who has been furthering this in unbelievably amazing ways. And again, one of the things about him is that when Sheikh Ansari came here for treatment, Eswari was the chief physician. He was in charge of things then, and he was also treating, he was also in Eswari and BK Vaര്യar together, looked after him. So again, we have not, many of us have not met you sir before, but we are coming back, and we feel we have known you through stories, we have known you not just from media reports and the numerous awards that you've got, all the DLITs, all the, from 5 universities, civilian honors such as Padma Shri and Padma Bhushan, and a number of other awards, including Sahitya Academy Award for your autobiography. That's one side of you which we respect, but you connected to us through a story, as Dayapuram did. So Dayapurathukarodu ഞങ്ങൾ എവിടെയോ ആദ്യമായിട്ട് കാണുമ്പോഴും ആദ്യമായിട്ട് ഇവിടെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചു വരികയാണ് എന്ന് നിങ്ങൾ തോന്നുന്നു. It's a deep privilege and honor to welcome Padma Shri Dr. Padmabhushan Dr. BK Vaര്യar. Ladies and gentlemen, give it up for Dr. BK Vaര്യar. The chief guest in this session is the son of Sheikh Ansari. In that sense, it's a meeting of generations. Abdul Aziz Al Ansari is a leading bureaucrat and diplomat who is from Qatar. He has come here. Sheikh Ansari died in 1989, and for the last 28 years he has kept in touch with what's going on in Dayapuram, figuring out and helping out in whichever way he could, and also coming and telling us about what is it founded for and how should this work all the time, reminding us and supporting us, encouraging us. He's come here just for a day. He came to Calicut last night, and he has to fly back to Qatar today. So him being here is, in some sense, I wouldn't thank him for it, because he's here in spirit. Because in a place where his father has been for 80 days, and because I don't have to tell you more about it, because it is going to talk about it. So it's again, in the name of formality and officiality, I welcome Abdul Aziz Al Ansari. Ladies and gentlemen, Abdul Aziz Al Ansari.
The last in the item is the first of the event, which is a memoir, which is a note by that 30-year-old boy, the 30-year-old young man who came with a Qatari scholar who then took it all up. So he's going to talk about his days in Kottakkal and how it led to forming one small little nice good institution that it strives to be, called the Apple. Ladies and gentlemen, Siti Abdurrahim. ഷെയ്ഖ് അൻസാരി അവാർഡ് സാധാരണഗതിയിൽ 2 അവാർഡുകളാണ്. ഈ പ്രാവശ്യം നമ്മൾ ഒരു അവാർഡ് കൊടുക്കുന്നത് കോട്ടയ്ക്കൽ വെച്ച് നടത്തുക എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹവും താല്പര്യവും അതിൻ്റെ ലോജിസ്റ്റിക്സ് ഒക്കെ പരിഗണിച്ച് പറ്റിയതുകൊണ്ട് ഇതിൻ്റെ ഒരു അവാർഡാണ് നമ്മളിവിടെ നൽകുന്നത്. 2ാമത്തെ അവാർഡ് കമ്മിറ്റി പിന്നീട് തീരുമാനിക്കും. ഒരു 42 വർഷം മുമ്പ് ഒരു പണ്ഡിതൻ അറബി മാത്രം അറിയുന്ന അറബി പദ്യങ്ങളും പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതൻ്റെ മനസ്സ്, ഓർമ്മ, അദ്ദേഹത്തിന് ഏറ്റവും ഹൃദ്യമാകുമായിരുന്ന ചിലതൊക്കെ ചെയ്തുകൊണ്ട് നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു സന്നദ്ധ സേവക കൂട്ടത്തിൻ്റെ പേരിൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും, നിങ്ങളെല്ലാവരും, നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിനെ നിങ്ങൾ മതിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം ഓതിക്കൊണ്ട് അവസാനിപ്പിക്കും. മലയാള സാഹിത്യ രംഗത്തെ ശക്തനായ എഴുത്തുകാരൻ, അതിനേക്കാൾ ശക്തനായ വിമർശകൻ ഡോക്ടർ എം ബഷീർ സർ, ദയാപുരം വുമൻസ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ്, ഉപദേഷ്ടാവ്, വഴികാട്ടി എന്നീ നിലകളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദയാപുരത്തെ സ്ഥിര സാന്നിധ്യം. ബഷീർ സാറിനെ സ്നേഹപൂർവ്വം അധ്യക്ഷസ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. Dr. M. Bashir, the writer, critic and the chairman of Sheikh Ansari Award Committee, with a bountiful knowledge in literature, will chair the function, and I invite you, sir, to share your views and the viewpoints of Sheikh Ansari Award as the chairman. ആദരണീയരായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ആദരണീയനായ ഡോക്ടർ PK വാര്യർ അവരുടെ, ശ്രീ MT വാസുദേവൻ നായർ അവരുടെ, ആദരണീയനായ അബ്ദുൽ അസീസ് അൻസാരി അവരുടെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ അവാർഡ് കമ്മിറ്റി ചെയർമാനായിരുന്നു. പല പേരുകളും പലരും എഴുതി അയക്കുകയും കമ്മിറ്റിയിലുള്ളവർ തന്നെ പലരെയും പരാമർശിക്കുകയും നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ വാര്യർ സാറിൻ്റെ പേര് വന്നപ്പോൾ കമ്മിറ്റിയിലുള്ള ആർക്കും ഒരു എതിരഭിപ്രായവും ഉണ്ടായില്ല. ഏകകണ്ഠമായിട്ടാണ് തീരുമാനം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മഹത്വം, അദ്ദേഹത്തിൻ്റെ മാനുഷിക ഭാവത്വത്തിൻ്റെ ഉദാരത, അദ്ദേഹം സാധുക്കൾക്ക് വേണ്ടിയും ദുഃഖമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയും ചെയ്യുന്ന ആതുര സേവനം എല്ലാം ഞങ്ങൾക്ക് അറിയുമായിരുന്നു. കമ്മിറ്റിയിലുള്ള ആർക്കും അദ്ദേഹം അപരിചിതനേ ആയിരുന്നില്ല. ഞാൻ അദ്ദേഹത്തെ